പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് സൗമ്യ. ഇതെൻ്റെ ഹസ്ബൻഡ്, കുഞ്ഞുങ്ങൾ. ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ ഇരട്ടയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ 2019 മെയ് മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. എന്നാൽ ചില സാഹചര്യങ്ങളാൽ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ ഞാൻ താമസിച്ചു പോയി. അതിന് ഞാൻ ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് 2011 ജനുവരി മാസമായിരുന്നു. എന്നാൽ വളരെ നാളുകളായിട്ടും ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിച്ചിരുന്നില്ല. ഒരിക്കലും ഒന്നിച്ച് താമസിക്കാനും സാധിച്ചിരുന്നില്ല. ഞാൻ 2019 ഉടമ്പടി എടുത്ത സമയത്ത് അത് എൻ്റെ ആദ്യ നിയോഗമായി വയ്ക്കുകയും അതിനുശേഷം ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നടത്തിയ ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്ത് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 2 മണിക്കൂറിന് ശേഷം എൻ്റെ ജീവിത പങ്കാളി എന്നെ വിളിച്ച് എന്നോട് പറയുകയാണ്, നമ്മൾക്ക് വേറൊരു വീട് വാടകയ്ക്കെടുത്ത് മാറി താമസിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പോലും ഈ കാര്യം ഇത്ര സ്പീഡിൽ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ പരിശുദ്ധമ്മ ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതിനു മുൻപും ഈ ഒരു കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ വളരെയധികം ധ്യാന കേന്ദ്രങ്ങളെയൊക്കെ സമീപിച്ചിട്ടുണ്ടായിരുന്നു, വളരെയധികം പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്ങൊന്നും എനിക്ക് അതിനൊരു റിപ്ലൈ കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസത്തിൽ ഞാൻ വളരെ പുറകോട്ട് പോയി തുടങ്ങിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്നത്. ഇന്ന് ഞങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് നിർത്തി സ്നേഹത്തോടെ ഒന്നിച്ച് നിൽക്കാൻ പരിശുദ്ധ അമ്മ ഞങ്ങളോട് കാണിച്ച കരുണയ്ക്ക് ഞങ്ങൾ കുടുംബസമേതം പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ 8 പ്രാവശ്യം ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഉടമ്പടിയുടെ 90 ദിവസം കഴിയുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഓൺലൈനായിട്ട് വീണ്ടും ഉടമ്പടി എടുക്കുകയും എൻ്റെ നിയോഗങ്ങൾ ശ്രദ്ധിച്ച് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വളരെയധികം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിനുവേണ്ടി സാമ്പത്തികം വേണം. ഞാൻ ഇസ്രായേലിൽ ഒരു ജോലിക്കായിരുന്നു ശ്രമിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ വളരെയധികം ബാങ്കുകളെ സമീപിച്ചു. ഒരു ബാങ്കും ഞങ്ങൾക്കൊരു ലോണും തരാൻ തയ്യാറായില്ല. ആ ഒരു സമയത്ത് ഞാൻ യാദൃച്ഛികമായിട്ടൊരു ബാങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നി, ആ ബാങ്കിലൊന്ന് കയറി നോക്കാം, ഒന്ന് ചോദിച്ചു നോക്കാം എന്ന് കരുതി ഞാൻ അവിടുത്തെ ബാങ്കിലേക്ക് കയറുന്നതിന് മുൻപ് കൃപാസനത്തിലെ ഉപ്പ് ആ വഴിയിൽ ഞാൻ നിക്ഷേപിച്ചു. അതിനുശേഷം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഞാൻ അങ്ങോട്ട് കയറി ചെന്നത്. അവിടെ ചെന്ന് ഞാൻ അവിടെ മാനേജരോട് സംസാരിച്ചപ്പോൾ അവർ മറുപടിയായിട്ട് പറഞ്ഞത് അതിന് വേണ്ട ലോണ് എത്ര വേണമെങ്കിലും തരാമെന്നാണ്. ഞാൻ പോലും സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം ഒരു ബാങ്കും തരാതിരുന്ന സമയത്ത് പരിശുദ്ധമ്മ ഇടപെട്ട് ഞങ്ങൾക്കതിന് വേണ്ടതായ സാമ്പത്തികം ക്രമീകരിച്ച് തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ മുംബൈയിൽ വെച്ചുള്ള ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എനിക്ക് വളരെ കൂടുതലായിട്ട് ഭയമുള്ള ഒരാളാണ്. ഭയം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും സംസാരിക്കാൻ സാധിക്കത്തില്ലാത്ത ഒരാളാണ്. പക്ഷേ ഇംഗ്ലീഷിൽ ഇൻ്റർവ്യൂ നടക്കുമ്പം എനിക്ക് വളരെ പേടിയുണ്ടായിരുന്നു. ഞാൻ അവിടെയും പരിശുദ്ധമ്മയുടെ ഉപ്പ് വിതറിയാണ് എൻ്റെ പേര് വിളിച്ച സമയത്ത് അകത്തോട്ട് കയറിപ്പോയത്. പക്ഷേ എനിക്ക് എന്നോട് ചോദിച്ച എല്ലാ ചോദ്യത്തിനും വളരെ കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് തന്നെ മറുപടി പറയാൻ സാധിക്കുകയും എല്ലാ കാര്യങ്ങളും എനിക്ക് സംസാരിക്കാൻ സാധിക്കുകയും ചെയ്തു. പരിശുദ്ധമ്മ തന്ന ഈ വലിയ അനുഗ്രഹത്തിനും ഞങ്ങൾ വളരെയധികമായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ പ്രാവശ്യങ്ങളിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരികെ പോകുന്ന സമയത്ത് ഏറ്റുമാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങളുടെ വാഹനം വളരെ വലിയൊരു അപകടത്തിൽപ്പെട്ടു. പുറമേ വന്ന ഒരു ടാങ്കർ ലോറി ഞങ്ങളുടെ വണ്ടിക്കിട്ട് വന്നിടിച്ച് പുറകുവശത്തെ ചില്ലൊക്കെ ഫുള്ള് തകർന്നു. അത് കണ്ടു നിന്നവർ പറഞ്ഞു, നിങ്ങളുടെ ഈ വാഹനമായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ രക്ഷപ്പെട്ടതെന്ന്. പക്ഷേ ഞങ്ങൾ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു, പരിശുദ്ധ അമ്മ ഞങ്ങളെ സംരക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടതെന്ന്. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്ന സമയത്ത് ഒരു ദിവസം ഞാൻ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിട്ട് അടുക്കളയിലേക്ക് പണികൾക്കായി കയറി ചെന്നപ്പോൾ പരിശുദ്ധമ്മയുടെ സുഗന്ധാഭിഷേകം അത് കുന്തിരുക്കത്തിൻ്റെ മണമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു ദിവസം വന്നു, ഞാൻ വിചാരിച്ചു അടുത്ത വീട്ടിലെ അവിടെ ഒരു രോഗി കിടപ്പുണ്ട്, അവർ അവിടെ എന്തെങ്കിലും കുന്തിരിക്കം പുകയ്ക്കുന്നതായിരിക്കും.
2-ാം ദിവസവും കുന്തിരിക്ക മണം വന്നു. ഞാൻ വിചാരിച്ചു അയൽവക്കത്തെ വീട്ടിലെ രോഗിയുടേതായിരിക്കും. 3-ാം ദിവസവും ഇങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നാൽ അതിന് ശേഷമാണ് എനിക്ക് ബോധ്യം വന്നത് പരിശുദ്ധ അമ്മയുടെ സജീവ സാന്നിധ്യമായിരുന്നു അതെന്ന്. അതെനിക്ക് മനസ്സിലായ സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയോട് ക്ഷമ ചോദിച്ചു. എൻ്റെ അമ്മ എന്നോട് ക്ഷമിക്കണം, എനിക്കത് തിരിച്ചറിയാനുള്ളൊരു വിവേകമില്ലാതായി പോയെന്ന് പറഞ്ഞു. പിന്നത്തെ പ്രാവശ്യം ഞാൻ പുതുക്കി വീട്ടിൽ ചെന്ന സമയത്ത് എനിക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും സമയം ഞാൻ കണ്ടെത്താറില്ലായിരുന്നു. ഞാൻ ജോലി ചെയ്ത് മടുത്ത് സാധാ അങ്ങ് കിടന്നുറങ്ങും, അല്ലാതെ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തിയിരുന്നില്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് സുഗന്ധാഭിഷേകം വന്നു. വളരെ കൂടുതലായിട്ട് വളരെ പഫ് ചെയ്യുന്നത് പോലെ സുഗന്ധം തുടരെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞാൽ പേഴ്സണൽ പ്രെയറിനുള്ള എൻ്റെ മടി അങ്ങ് മാറി. ഞാൻ ഈ പേഴ്സണൽ പ്രെയറിനായി ഉത്സാഹിച്ചുകൊണ്ടിരുന്നു. പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ എനിക്ക് വളരെ നാളുകളിൽ ഈ സുഗന്ധം അനുഭവപ്പെടുകയും എനിക്ക് അത് വരുന്ന സമയത്ത് എനിക്ക് ബൈബിൾ വായിക്കുവാനും പേഴ്സണൽ പ്രെയർ ചെയ്യുവാനും ഒക്കെ വളരെ കൂടുതലായി താല്പര്യം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ ദിവ്യബലിയിൽ സംബന്ധിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അതോടൊപ്പം കുമ്പസാരം കഴിയുന്നതും ഞങ്ങൾ കുടുംബസമേതം ഒന്നിച്ചു ചേർന്ന് കുമ്പസാരത്തിനായി ഒരുങ്ങുകയും കുമ്പസാരിക്കാൻ പോവുകയും ചെയ്യാറുണ്ട്. ഇത്രയുമാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന ഇത്ര വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി. ഗലാത്യ 4:19 എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. സൗമ്യ ജോസ് എന്ന ഈ മകളും കുടുംബവും ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച നിരവധിയായ നന്മകളെ അമ്മയുടെ സന്നിധിയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ കുടുംബം ഈ എൽത്താരയിൽ പങ്കുവച്ചത് കുടുംബത്തിൽ ലഭിച്ച ആത്മീയ ജീവിതത്തിൻ്റെ ബലത്തെക്കുറിച്ചാണ്. കൂടുതൽ വിശ്വാസത്തിൽ വളരുവാൻ, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കൂടുതൽ മുന്നേറുവാൻ, അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി കൂടുതൽ എളിമപ്പെടുത്തി വിശുദ്ധീകരിക്കുവാൻ അമ്മ നൽകിയ അവസരങ്ങളെ നന്ദിയോടുകൂടി ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അമ്മ ഈ കുടുംബത്തെ ഐക്യത്തിൽ സ്നേഹത്തിൽ ഒരുമിച്ച് ചേർത്ത് ഈ എൽത്താരയിലേക്ക് കൊണ്ടുവന്നതിനാണ് മകൾ ആദ്യം അമ്മയുടെ തിരുനടയിൽ നന്ദി പറഞ്ഞത്. പിന്നെ ഒരു ലോണിന് വേണ്ടിയുള്ള പരിശ്രമം ആദ്യകാലത്ത് നിരന്തരം അത് തിരസ്കരിച്ചു കൊണ്ടിരുന്നത് അമ്മയുടെ കൃപയാൽ മകൾ ആഗ്രഹിച്ച ലോൺ എടുക്കുവാൻ എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിക്കിട്ടിയതിനെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തി. അപകടത്തിൽ അമ്മ മാതാവ് കാത്തുകൊള്ളുകയും വലിയ ക്ലേശവും ദുരിതവും ഉണ്ടാകാമായിരുന്നത് പോറൽ പോലും ഏൽക്കാതെ കുടുംബത്തെ സംരക്ഷിച്ചതിനും അമ്മയുടെ തിരുനടയിൽ നന്ദി പറയുകയാണ്. കുടുംബം മുഴുവനും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അമ്മയുടെ ഉടമ്പടിയിൽ വിശുദ്ധിയിലും വിശ്വസ്തതയിലും ശരണപ്പെട്ട് പ്രാർത്ഥിച്ച് മുന്നേറുമ്പോൾ അമ്മ മാതാവ് തന്നെ കാവലൊരുക്കുകയും ഈശോയുടെ സംരക്ഷണയിൽ ജീവിത വിഷയങ്ങൾ ഓരോന്നും ഏറ്റെടുത്ത് സമാധാനത്തിലേക്ക്, പരിഹാരത്തിലേക്ക്, ശ്രേയസ്സിലേക്ക്, പുതിയ വഴികൾ കണ്ടെത്തുവാനുള്ള ജീവിത അഭിവൃദ്ധിയിലേക്ക് മകളെ എങ്ങനെ നയിച്ചുവെന്ന് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോഴുള്ള സ്വാഭാവികമായ എല്ലാ ഭയപ്പാടുകളെയും അമ്മ മാറ്റുകയും അമ്മ എത്ര നന്നായി അന്യഭാഷയിലുള്ള ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് അത് മകൾക്ക് അനുഗ്രഹത്തിന് കാരണമാക്കുവാൻ സാധിച്ചുവെന്നും പ്രത്യേകം സാക്ഷ്യപ്പെടുത്തി. കുടുംബത്തിൽ ലഭിച്ച വിവിധങ്ങളായ നന്മകളെ ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുമ്പോൾ ആ കുടുംബം ആവർത്തിച്ച് നമ്മോട് പറയുന്നുണ്ട്, സവിശേഷമായിട്ടുള്ളത് അമ്മ മാതാവ് ഒരു ആത്മീയ ജീവിതം ഞങ്ങളുടെ കുടുംബത്തിന് നൽകി, ദൈവസ്നേഹത്തോടുകൂടി വ്യാപരിക്കുവാൻ ഞങ്ങളെ സഹായിച്ചു, വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാനും ദൈവവചനം വായിക്കുവാനും പരസ്പരം സ്നേഹത്തോടുകൂടി എല്ലാവരോടും സഹകരിക്കുവാനും അമ്മ ഞങ്ങളെ പുതുതായി പരിശീലിപ്പിച്ചു തന്നു. അതിനുള്ള നന്മയും അതിലുറച്ചു നിൽക്കുവാനുള്ള ആഗ്രഹവുമാണ് അൾത്താരയിൽ പങ്കുവെക്കുന്നതും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ അമ്മയുടെ കരങ്ങളിൽ ഒന്ന് കൊടുത്ത് പരിശോധിക്കുക. ക്രിസ്തു രൂപപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി മാറ്റപ്പെടുന്നത്. അതാണ് പൗലോസ്ലീഹ ഗലാത്യ 4:19 നമ്മളോട് പറയുക, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങളെ പ്രതി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ക്രിസ്തു വളരുക എന്ന പ്രക്രിയയാണ് ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ക്രിസ്തു നമ്മളെ രൂപപ്പെടുമ്പോൾ നാം ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുന്നവരാവും, ക്രിസ്തുവിനെ പോലെ ദൈവപിതാവിൽ ആശ്രയിക്കുന്നവരാവും, ക്രിസ്തുവിനെ പോലെ അമ്മ മാതാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിരന്തരം മറ്റുള്ളവർക്ക് അനുഗ്രഹം ചൊരിയുന്നവരായി ജീവിതം മാറ്റിക്കൊണ്ടിരിക്കും.
അതിൻ്റെ സന്തോഷം ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.